ഞാൻ ഇതിനു മുമ്പ് ഒരു മസറയിൽ പോയിട്ടുണ്ട്, മുന്തിരിയുടെ. നമുക്ക് വരും ദിവസങ്ങളിൽ അങ്ങനെ ഒരു വിശേഷം കാണാൻ ഭാഗ്യമുണ്ടെങ്കിൽ കാണിക്കാം. കാരണം സീസൺ തീരാൻ പോവാണ്. ഇവിടെ നല്ല ടെമ്പറേച്ചറാണ്, ഒരു രക്ഷയില്ല, നല്ല ടെമ്പറേച്ചർ തന്നെയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക് പകൽ സമയങ്ങളിൽ നമുക്ക് മരുഭൂമിയിലോട്ടൊന്നും പോകാനുള്ള ആ ഒരു ഇത് വരുന്നില്ല, കാരണം ഹൈ ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറുമാണ്. അപ്പോൾ ഈ മാളിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് മെയിനായിട്ടും കാണിക്കുന്നത്. കാരണം ബുറൈദയിൽ ഒരുപാട് ആളുകളുണ്ടെങ്കിലും ഇതിനെപ്പറ്റി യാതൊരു ധാരണയുമില്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ അവരിലേക്ക് എത്തിക്കുകയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ട് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് കാണുന്നതാണ് റാഡിസൺ ബ്ലൂ വരുന്നത് നമ്മുടെ റൂമിൻ്റെ ബാക്ക് സൈഡിൽ. നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ മാള് വരുന്നത്. ഈ ഏരിയയിൽ തന്നെ ഒരു 4-5 മാളിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. പിന്നെ ഈ റിംഗ് റോഡിൻ്റെ സൈഡിൽ തന്നെ സിനോമിയുടെ തിയേറ്റർ കോംപ്ലക്സ് മാത്രം വരുന്ന വലിയൊരു മാള് വരുന്നുണ്ട്. അതിനകത്തെങ്ങാണ്ട് അവർ പറയുന്നത് 20-25 തിയേറ്റർ എങ്ങാണ്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഹൈപ്പർ ഷോപ്പി അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിനകത്ത് റൂം ഒരുപാട് റെൻറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങോട്ട് റാഷിദിയ ഭാഗത്തേക്ക് നോക്കുന്നുണ്ടെങ്കിൽ അതിനും പറ്റിയ സ്ഥലമാണ്. അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ മാളിൻ്റെ ലോബിയാണ്. ലോബി ഫോട്ടോജനിക്കായിട്ട് ലോബി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല മരങ്ങൾ വെച്ച് പിടിപ്പിച്ച്, നല്ല ചെടികൾ വെച്ച് പിടിപ്പിച്ച്, വാട്ടർ ഫൗണ്ടൻ ചെയ്ത്, അതിനകത്ത് ലൈറ്റ് സെറ്റപ്പ് ചെയ്ത് നല്ല ഒരു അടിപൊളിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അന്ന് വന്നപ്പോൾ നമുക്ക് ഇതിനകത്ത്, ഞാൻ വന്നപ്പം നമുക്ക് ഈ വാട്ടർ ഫൗണ്ടൻ ഉണ്ടായിരുന്നു, ഇതിനകത്ത് വെള്ളം ഉണ്ടായിരുന്നു, ഇതിനകത്ത് ലൈറ്റ് സെറ്റിങ്സ് ഉണ്ട്, ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. സൗദികളെല്ലാം ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എല്ലാവരും ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കും. ഇതാണ് ഇതിൻ്റെ ഔട്ടർ കിയോസ്ക്, അതായത് മെയിൻ സ്ട്രീം. ഇത് മെയിൻ ബിൽഡിംഗ് ആണ്. ഈ മെയിൻ ബിൽഡിങ്ങിൻ്റെ വെളിയിൽ കാണുന്ന ഇതാണ് ഔട്ടർ ബിൽഡിങ്ങുകൾ. ഇതിനകത്തെല്ലാം ഹോട്ടലുകൾ, കോഫി ഷോപ്പുകൾ എല്ലാമാണ് ഇതിനകത്ത് അവർ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ വേറൊരു ലോബി. ഇതിനകത്താണ് നമ്മൾ പറഞ്ഞ പാർക്കിംഗ് ഫെസിലിറ്റി ഉള്ളത്. ഏകദേശം 400+ ആണ് പറഞ്ഞത്. 400+ പാർക്കിംഗ് ലോട്ട് അവൈലബിൾ ആണ് ഇതിനകത്ത്. ഇത് അൽറാജി ബാങ്ക് ആണ്. അൽറാജി ബാങ്കിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അൽറാജി ബാങ്ക് ആണ് ഇത്. ഈ മാളിൻ്റെ ഒരു പ്രത്യേകത, ഒരു സിംഗിൾ ബിൽഡിംഗ് അല്ല, ഒരുപാട് കിയോസ്കുകൾ നിറഞ്ഞതാണ്. അതുപോലെ തന്നെ റോഡിൽ നിന്ന് തന്നെ സെല്ലാറിലേക്ക് എസ്കലേറ്റേഴ്സ് അവൈലബിൾ ആണ്. ഒരുപാട് എസ്കലേറ്റേഴ്സ് ഉണ്ട്. ഇത് കിയോസ്കുകൾ, ഈ മാളിൻ്റെ മെയിൻ ബിൽഡിങ്ങിൻ്റെ പുറത്ത് കാണുന്ന ഈ കിയോസ്കുകളാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഇതിനകത്ത് അതാണ്ട് അവിടെ ഒരു ബർഗർ ഒരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. ഇത് നമ്മുടെ റിംഗ് റോഡാണ്, ബുറൈദ ഹൈവേ റിംഗ് റോഡാണ്. അതാണ് ഒത്തൈ മാർക്കറ്റ്. അതാണ് ബുറൈദയിലെ റിംഗ് റോഡിൽ ഒത്തൈ മാർക്കറ്റ്. ഇത് വന്നിട്ട് റാഷിദിയ പാലമാണ്. ഇത് നേരെ പോകുന്ന റാഷിദിയ കുബരിയാണ്. റാഷിദിയ പാലം, ആ കാണുന്ന പാലമാണ്. ആ മേളിൽ അതിൻ്റെ ആ കാണുന്ന, അതായത് നെക്സ്റ്റ് സിഗ്നൽ പാലം തന്നെയാണ്. ഇതാണ് ഈ മാളിൻ്റെ ഔട്ടർ ഏരിയ. അത് വന്നിട്ട് ഒത്തൈ മാള്. ഈ മാളിൻ്റെ എൻട്രൻസ് കാണിച്ചു തരാം. അതായത് റിംഗ് റോഡിൻ്റെ എൻട്രൻസ് ആണിത്. ഇതാണ് മാളിൻ്റെ റിംഗ് റോഡിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇതാണ് മാളിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇതാണ് ഇഷാര ബുഹാരിയിലെ വ്യൂ ആണ് ഈ കാണുന്നത്. ഇത് ആക്ച്വലി ഇതൊരു നൈറ്റ് സ്ട്രീറ്റ് ആണ്. കുറച്ചാൾ മുമ്പ് ഇത് നൈറ്റ് സ്ട്രീറ്റ് ആയിരുന്നു. അങ്ങോട്ട് ഇതിപ്പോൾ ഓപ്പണായി. ഈ സ്ട്രീറ്റ് ഓപ്പൺ ആയപ്പോഴത്തേക്ക് അങ്ങോട്ട് നല്ല ഇതാണ് മാളിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്.
ഇതാണ് നമ്മുടെ ഇപ്പം റാഷിദയിൽ ഓപ്പൺ ആവാൻ പോകുന്ന മാളിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് വരുന്നത്. ഓൾറെഡി നമുക്ക് പ്രൈം കട്ട് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ നല്ല റേറ്റ് ആയിരിക്കും. പിന്നെ വേറൊരു കാര്യം, ബുറൈദയിലുള്ള മറ്റാളുകൾ, അതായത് ബുറൈദയുടെ ഈ നോർത്ത് ഭാഗത്തല്ലാതെ സൗത്ത് ഭാഗത്തുള്ള ആളുകൾ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം, അവർ നിങ്ങളുടെയൊക്കെ ജോലികൾ ഏകദേശം ഒരു 11 മണി 12 മണിക്ക് ഷോപ്പുകൾ ക്ലോസ് ചെയ്യും, ബാക്കിയുള്ള ജോലികളൊക്കെ തീരുന്ന ആളുകളുണ്ടാവും. നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരി, നിങ്ങൾക്ക് ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ. കാരണം ഇവിടെ 12 മണിക്ക് ശേഷമാണ് ഇവിടെ ഓപ്പൺ ആവുന്നത്. അപ്പം വെളുക്കെ അതായത് 4, 6 മണി 7 മണിയൊക്കെ ആവും ഇവിടെയൊക്കെ ഓരോ ഷോപ്പുകളും ക്ലോസ് ആവാൻ. അതുകൊണ്ടാണ് ഇവിടെ നൈറ്റ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഇവിടെ രാത്രി നല്ല തിരക്കാണ്, ഈ സ്ട്രീറ്റിൽ നല്ല തിരക്കാണ് വരുന്നത്. എങ്ങനെയുണ്ട് മാളെങ്ങനെയുണ്ട്? താഴെ ഇറങ്ങാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. പറ്റത്തില്ല, കാരണം വെച്ചാൽ അവിടെ ക്യാമറ ഉണ്ട്. എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചവൻ പറയാതെ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അയ്യോ, കേറിപ്പോ, മുമ്പേ പോ, വീഡിയോ എടുത്തോണ്ടിരിക്കുക. ഇതാണ് ഈ മാളിന്റെ ഓപ്പോസിറ്റ് കാണുന്ന പുതിയൊരു മാളിന്റെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. ഓരോ ഷോപ്പിന്റെയും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം അതിനകത്ത് സ്പെസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒരു മാൾ സെൻട്രിക് സിറ്റിയാണ് ബുറൈദ. അതായത് നിലവിൽ ഇത് ബുറൈദയിൽ ഒരു 50 മാളിൽ പുറത്ത് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഈ ഭാഗത്ത് തന്നെ ഏകദേശം ഒരു 10, 20, 25 മാളുകളോളം കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസ് കുറേ കഴിയുമ്പോൾ നമുക്ക് ഇടാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ എല്ലാം ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ സ്ക്വയറിലാണ് കിടക്കുന്നത്. അത് ഓൾറെഡി ഫോട്ടോസൊക്കെ എടുക്കാനും റെസ്റ്റ് ചെയ്യാനൊക്കെ ഒരുപാട് സൗദീസ് വരുന്നുണ്ട് ഇപ്പം. കാരണം വെച്ചാൽ ഇതിൻ്റെ ലോബിയുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഈ മാളിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുമായി സൈനിങ് ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ മാളിൽ നിന്ന് നമ്മൾ പോവുകയാണ്. അപ്പോൾ കണ്ടിഷ്ടപ്പെട്ടെന്ന് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കാണാത്തവരായിട്ടുണ്ട് വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് കൊണ്ടുവരുന്നവരേക്കും ബൈ, സൈനിങ് ഓഫ്.